പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം, 148 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6 അധ്യായം 60 വാക്യം. അവൻ്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട്, ഇത് കഠിനവാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. മനുഷ്യർ പലപ്പോഴും കഠിനമായി സംസാരിക്കുന്നു. അത് കേൾക്കുന്നവർ കഠിനമായി വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം കുറ്റപ്പെടുത്തുന്നു. എന്നോട് കഠിനമായി സംസാരിച്ചു, എന്നെ കഠിനമായി വേദനിപ്പിച്ചു എന്നെല്ലാം. ഈ വേദഭാഗത്തിൻ്റെ മലയാള വിവർത്തനം ശരിയല്ല. ദിസ് ഈസ് എ ഹാർഡ് ടീച്ചിങ്, ഹു ക്യാൻ അക്സെപ്റ്റ് ഇറ്റ്. ഇത് ഗ്രഹിപ്പാൻ സാധിക്കാത്ത പഠിപ്പിക്കലാണ്. ഇത് അംഗീകരിപ്പാൻ ആർക്ക് കഴിയും? കർത്താവിൻ്റെ വചനങ്ങൾ സ്വീകാര്യമല്ല എന്ന് ചിന്തിച്ചാൽ ഭൂരിപക്ഷം ആയിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. അവർ ഗുരുവും നാഥനുമായ കർത്താവിനെ വിശ്വസിക്കാതെ പിരിഞ്ഞു പോകുകയാണ് ചെയ്തത്. പിന്നെ അവനോടുകൂടെ നടന്നില്ല എന്നും എഴുതിയിരിക്കുന്നു. ഈ കഠിന ഉപദേശം എന്നത് എന്താകുന്നു? യോഹന്നാൻ 6:53 മുതൽ 59 വരെയുള്ള വാക്യങ്ങളിൽ ഈ പഠിപ്പിക്കൽ നാം വായിക്കുന്നു. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ആരംഭിക്കുന്ന ഈ വേദഭാഗത്ത് യേശുക്രിസ്തു ആണയിട്ട് ആവർത്തിച്ച് 8 പ്രാവശ്യം ആമീൻ ആമീൻ എന്ന് ശപഥം ചെയ്തുകൊണ്ട് പഠിപ്പിച്ച നിത്യജീവന്റെ വിശ്വാസ വചനമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഇങ്ങനെ നിത്യജീവനെ കുറിച്ചുള്ള ഒരു വലിയ പഠിപ്പിക്കലാണ് ഈ വേദഭാഗത്ത് നാം വായിക്കുന്നത്. ഇതിനെയാണ് കഠിനവാക്ക് എന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത്. യഹൂദന് സ്വീകരിപ്പാൻ വളരെയേറെ ഭാരമേറിയ ചില വചനങ്ങളാണ് ഇവിടെയുള്ളത്. എന്തെന്നാൽ മോശയുടെ ന്യായപ്രമാണത്തിൽ രക്തം ഭക്ഷിക്കരുത് എന്ന് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. മാത്രവുമല്ല, മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കണമെന്ന പഠിപ്പിക്കലിൻ്റെ യഥാർത്ഥ വശം മനസ്സിലാക്കുവാനും യഹൂദന്മാർക്ക്, തൻ്റെ ശിഷ്യന്മാരായി കൂടെ നിന്നവർക്ക് സാധിച്ചില്ല എന്നുള്ളതും നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. കർത്താവായ യേശുക്രിസ്തു 8 പ്രാവശ്യം ആണയിട്ട് സത്യം ചെയ്ത് പറയുന്നതായ ഒരു വിശ്വാസ വചനം നിത്യജീവനെ കുറിച്ചുള്ള യഥാർത്ഥ ഉപദേശമാണ്. യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളുടെ അനുഭവം ഉയർക്കുന്നതിനും നിത്യജീവനെ പ്രാപിക്കുന്നതിനും ഏറ്റവും ആവശ്യമാണ്. തൻ്റെ ശരീരം ഭക്ഷിക്കാതെയും തൻ്റെ രക്തം കുടിക്കാതെയും ഇരിക്കുന്നവന് ഉള്ളിൽ ജീവനില്ല എന്ന് കർത്താവ് ആണയിട്ട് പറയുമ്പോൾ അതിൻ്റെ
ഗൗരവം നാം മനസ്സിലാക്കുവാൻ ആവശ്യമാകുന്നു. കർത്താവ് തന്നെ അയച്ച തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനത്രേ വന്നതെന്നും തൻ്റെ ഇഷ്ടമല്ല താൻ പ്രവർത്തിക്കുന്നതെന്നും പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ 6-ാം അധ്യായം 39-40 വാക്യങ്ങളിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമത്രേ ഞാൻ പ്രവർത്തിക്കുവാൻ വന്നിരിക്കുന്നത് എന്നുള്ളത്. പിതാവിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് എന്താകുന്നു? പുത്രനിൽ നോക്കിക്കൊണ്ട് അവൻ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്, അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നുള്ളതാണ് പിതാവിൻ്റെ ഇഷ്ടം എന്നുള്ളതും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്നുള്ളതും നാം ചേർത്ത് പഠിക്കുമ്പോൾ വിശുദ്ധനായ പത്രോസ്ലീഹ കർത്താവെ, നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകുമെന്നുള്ളത് ഓരോ വിശ്വാസിയും തിരിച്ചറിയുവാൻ ആവശ്യമായിരിക്കുന്ന ഒരു വിശ്വാസ വചനങ്ങളാണ്. തന്നെ വിശ്വസിക്കാത്തവരോട് കർത്താവ് വ്യക്തമായി പറയുന്നത്, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച ഈ വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു എന്നാണ്. ശരീരരക്തങ്ങൾ എന്ന് കർത്താവ് പഠിപ്പിക്കുമ്പോൾ അത് സാക്ഷാൽ ഭക്ഷണവും സാക്ഷാൽ പാനീയവുമാണ് എന്നുകൂടി ചേർത്താണ് താൻ ഈ വചനങ്ങൾ പഠിപ്പിക്കുന്നത്. പക്ഷേ അതിനെ മനസ്സിലാക്കുവാൻ സാധിക്കാതെ അനേകർ യേശുവിനെ ഉപേക്ഷിച്ച് പിരിഞ്ഞുപോയി എന്നുള്ളത്, വേർപെട്ടു പോയി എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് സ്പിരിച്വാലിറ്റിയുടെ ഉന്നത ഭാവം നടിച്ചുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന അനേകരും, അല്ല എല്ലാവരും തന്നെ, ഈ നിത്യജീവൻ്റെ വഴികളെ വിശ്വസിക്കാതെ, ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളെ സ്വീകരിക്കാതെ, അവൻ്റെ ഉപദേശത്തിന് വിരുദ്ധമായി അവിശ്വസിച്ച് ഈ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയവരാണ്. ഇന്നത്തെ പെന്തക്കോസ്ത് വിഭാഗങ്ങൾ, പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളെല്ലാം തന്നെ ക്രിസ്തുവിൻ്റെ ഈ ആണയിട്ട സത്യം ചെയ്ത് പഠിപ്പിച്ച തിരുവചനങ്ങളെ അല്പം പോലും വിശ്വസിക്കുന്നില്ല. അവർ സ്വന്തമായ വ്യാഖ്യാനം കൊണ്ട് അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുയേശുവിൽ നിത്യജീവനുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വചനം, അതിനായി ആ നിത്യജീവനിൽ നിലനിൽക്കുവാനും ഉയർപ്പിൻ്റെ വാഗ്ദത്തം പ്രാപിക്കുവാനും യേശുക്രിസ്തു സത്യം ചെയ്ത് പഠിപ്പിച്ച തിരുവചനങ്ങളെ നാം വിശ്വസിക്കുകയും അത് നിലനിൽക്കുകയും ചെയ്യേണ്ടതായ ആവശ്യമുണ്ട്. എന്നാൽ പെന്തക്കോസ്ത് വിഭാഗങ്ങൾ ശക്തമായി വചനം പറയുകയും യേശുക്രിസ്തു ഉദരത്തിൽ കർത്താവായി ജനിച്ചവനായിരിക്കണം എന്ന യോഹന്നാൻ ശ്ലീഹായുടെ പ്രഖ്യാപിത വചനം അവിശ്വസിക്കുക മൂലം എതിർ ക്രിസ്തുക്കൾ എന്ന അനുഭവത്തിലൂടെ ജീവിക്കുന്നവരും നിത്യജീവൻ്റെ വഴികളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ വേർപെട്ടുപോയ വേർപാട് സഭക്കാരുമായിട്ടാണ് നിലനിൽക്കുന്നത്. സ്നേഹിക്കപ്പെട്ടവരെ, പുതിയ ഉടമ്പടി എന്നുള്ളത് ഉയർപ്പിൻ്റെയും നിത്യജീവൻ്റെയും അവകാശമാണ്. അത് പ്രാപിക്കുവാൻ തക്കവണ്ണം യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 47 മുതൽ എഴുതിയിരിക്കുന്ന ജീവൻ്റെ വചനത്തെ വിശ്വസിക്കാത്തവർക്ക് ഉയർപ്പും യേശുക്രിസ്തുവിനോടുകൂടെ പങ്കാളിത്തവുമില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുന്നു, എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്ന ക്രിസ്തുവിൻ്റെ ആണയിട്ട വചനത്തെ വിശ്വസിപ്പാൻ ഏവർക്കും പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ശ്രദ്ധിച്ച ഏവർക്കും സ്നേഹ വന്ദനം. തണ്ണിക്കോട്ടച്ചൻ.